ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഓട്സ് ബനാന കേക്ക്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് ഓട്സ്, ഒരു നന്നായി പഴുത്ത ഒരു പഴം, ഒരു മുട്ട ഇത്ര എടുക്കാം. പിന്നെ നമുക്കൊരു 1/4 പഞ്ചസാര വേണം, കുറച്ച് പാല്, വാനില എസൻസ് വേണം, പിന്നെ തേൻ വേണം. ആദ്യം തന്നെ നമുക്ക് ഈ ഓട്സ് മിക്സിക്കകത്തോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ ഞാൻ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി നല്ല ഫൈൻ പൗഡറാക്കി നമുക്കൊന്ന് ഈ ഒരു ടെക്സ്ചറിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടി. നല്ലോണം പൊടിയായിരിക്കണം. നമുക്ക് ഈ ടെക്സ്ചറിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് സാൾട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പഴം ചെറുതായിട്ടൊന്ന് നുറുക്കി മിക്സിക്കകത്തിട്ട് കൊടുക്കാം. അതിനകത്തിൽ 1 മുട്ട നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയും കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മധുരത്തിന് വേണ്ടി നമ്മളിവിടെ ഒരു പഞ്ചസാര പൊടിക്കാത്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇതിനകത്തോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ മിക്സ്ചറിനകത്തോട്ട് ഓട്സ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. നല്ലോണം കട്ടിയായിരിക്കും. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് പാലൊഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നല്ലോണം മിക്സ് ചെയ്ത് ബാക്കിയുള്ള ആ ഓട്സിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് നല്ലോണം ഒരു മിക്സ് ആവുമ്പോൾ നല്ലോണം കട്ടിയായിട്ടുള്ളൊരു ടെക്സ്ചറായിരിക്കും വരുന്നത്. അപ്പോൾ അത് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യാനുസരണം മാത്രം പാലൊഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ആ ഓട്സും മുട്ടയുടെയും ബനാനയുടെ ആ മിക്സ്ചറിനകത്തോട്ട് നല്ലോണം കട്ട കെട്ടാതെ ഇളക്കി നല്ലൊരു പേസ്റ്റായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പാല്, ഇതിനകത്ത് ഒരു 4 ടീസ്പൂൺ പാല് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 4 ടീസ്പൂൺ മാത്രമേ, അത് ആവശ്യാനുസരണം മാത്രം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആ കേക്കിൻ്റെ ഒരു ബാറ്റർ റെഡി ആവുന്നിടം വരെ മാത്രം നമുക്ക് ആ ഒരു പാലൊഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെയൊരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. കുറച്ച് ഇങ്ങനെ സ്പൂണിൽ നിന്ന് ഒഴുകി വീഴാൻ പാകത്തിനുള്ള ഒരു ടെക്സ്ചർ. ആ സമയമാകുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഓട്സ് ആകുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും. കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഞാനിവിടെ ഒരു ടിഫിൻ ബോക്സ് ഗ്രീസ് ചെയ്തൊരു നെയ്യ് കൊണ്ട് മൊത്തം നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിന് മുന്നേ തന്നെ ഇത് നമുക്ക് റെഡിയാക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ കുക്കർ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. ആ 10 മിനിറ്റ് പ്രീഹീറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. അന്നേരത്തേക്ക് നമുക്ക് ഈ മിക്സ്ചർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ഒരു സമയം മാത്രം മതി നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് ആ ഒരു കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുക്കറിനകത്തിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ടൂത്ത് പിക്കും കൊണ്ടൊന്ന് കുത്തി നോക്കുക വെന്തോന്ന്. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് കുക്കറിനകത്ത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.